அனைவருக்கும் வணக்கம். படிப்பு ரொம்ப முக்கியம். என்னுடைய அன்பு சகோதரன் நல்ல பேரு അബി. അബി ഇപ്പം കുറെ സാധനങ്ങൾ വിൽക്കാൻ വരുന്നതാണ്. എന്നെ വെച്ച് ഒന്നും കാമഡി പണ്ണല്ലേ. സാധനം നിങ്ങൾ വിചാരിക്കും ഈ സിനിമ ആക്ടേഴ്സ് ഉപയോഗിക്കുന്ന സാധനം. 60 വയസ്സ് കിളവിയ 20 വയസ്സ് കാണിക്കുന്നതാണ്. അടങ്കപ്പാ, ഇത് ഉലക നടിപ്പിടാ സാമി. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ഇവൻ വിൽക്കുന്ന എല്ലാ സാധനവും 60 വയസ്സാൾ கண்ணில் ஒரு திமிரு, ஒரு ஆங்காரம், ராஜ பரம்பரை எப்படி நடப்பாங்களோ அது மாதிரி தான் 20 വയസ്സ് കാണിക്കുന്നതാണ്. ഓരോ സാധനത്തിന്റെ പേരും പറയും. എന്നാ ഇവൻ ഇത് യൂസ് ചെയ്യാറില്ല. അവനറിയാം ഇത് എത്രയും മോശമായ സാധനം, അത് അവനറിയാം. ആഹാ, ഇവളെ വേല സെഞ്ചു മണ്ട മേലെ കൊണ്ടേ മറന്നിട്ടാ. എന്നാൽ അവന്റെ വിൽപ്പനയുടെ ഭാഗമായിട്ട് അവൻ വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാവത്തിനടുത്ത് സാധനം മേടിക്കുക, അല്ലെങ്കിൽ സാധനം മേടിക്കുക. അവനൊരു 50 രൂപ കൊടുത്ത് അവൻ രക്ഷപ്പെടുത്തുക. അവൻ തമിഴ് സംസാരിച്ചു. അപ്പൊ തമിഴ് സംസാരിച്ചത് കൊണ്ട് നമ്മൾ അവനെ അഭിനന്ദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാരും പറയുക. നിനക്ക് ഇന്നും ഇനി ലൈഫ് സൂപ്പറായിട്ട് പോകും. അയ്യോ, ഒരു പൈത്തിക്കാര പൈലറ്റ് മാറ്റിയിട്ട് പാട്. നീ പെട്ടെന്ന് ഇറങ്ങിയാൽ നിനക്ക് നല്ലത്. നിനക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഈ ദിവസം. നിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രയും നല്ല വിൽപ്പന നടന്ന ദിവസമാണ് നിനക്ക് ഇന്ന്. சிரிப்பு சூர்யா மாதிரி இருக்கு நிறைய பேர் சொல்லிருக்காங்க. മോനെ, വേണമെങ്കിൽ ആളിന് 20 രൂപ വെച്ച് നിനക്ക് തരാം. അത് അടുത്ത മാസം നിന്റെ GPayയിൽ തരാം. എന്ന് വെച്ചാൽ ഈ മാസം ഞങ്ങളുടെ പൈസ തീർന്നു. இவர் பெரிய பிஸ்தா, பாதாம் பருப்பு, முந்திரி கொட்டை, வெள்ளரி விதை, நாய. നമ്മുടെ നാട് തൂത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. വെരി ഗുഡ് പ്ലേസ്. എന്തെങ്കിലും നീ വന്നാൽ നിനക്ക് 3 നേരം ഭക്ഷണം ഫ്രീ ആയിട്ട് നൽകുമായിരിക്കും. അത് ഞങ്ങളുടെ ഒരു ഹാപ്പിയാണ്. എപ്പോ വന്നാലും 3 ദിവസം ഭക്ഷണം നിനക്കുണ്ട്. നീ ആരെന്ന് നിനക്ക് പോലും അറിയാത്ത ഒരു സംഭവം നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റും? പാവം നല്ലൊരു പയ്യനായിരുന്നു. ஒரு உண்மையை சொல்லட்டுமா சார், கூகுள்ல சர்ச் பண்ணாலும் என்ன மாதிரி ஒரு குட் பை கிடைக்க மாட்டான். ഇപ്പൊ അവൻ ആരെന്ന് അറിയാതെ ഒരു അവസ്ഥയിൽ അവൻ ആയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നീ ചാടണ്ട. നീ ചാടിയാൽ ഞങ്ങൾ ആരും രക്ഷിക്കാൻ വരില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ജട്ടി പോലും ഇടാതെയാണ് ഈ ടൂറിന് വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മോനെ, എത്രയും പറ്റും നീ ചാടിയാൽ നിനക്ക് നല്ലത്. അത്രയും നല്ലൊരു ചെക്കനാണ്. എല്ലാരും സഹകരിക്കുക. ഇവന്റെ അടുത്ത് ഇനി ഞാൻ ഈ പരിസരത്തെ ഇല്ല. ഗുഡ് നൈറ്റ്.